സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ പ്രതിഷേധം. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതും മദ്യശാലകൾക്ക് യഥേഷ്ടം ലൈസൻസ് അനുവദിക്കുന്നതും സമൂഹത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് സഭകൾ മുന്നറിയിപ്പ് നൽകി. കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ഞായറാഴ്ച പ്രതിഷേധ സർക്കുലറുകൾ വായിച്ചു. മദ്യലോബികളെ സഹായിക്കാനായി സർക്കാർ ജനങ്ങളുടെ താൽപര്യങ്ങൾ ബലികഴിക്കുകയാണെന്നും സഭാ നേതൃത്വം ആരോപിച്ചു. പുതിയ മദ്യനയപ്രകാരം കൂടുതൽ ബാറുകൾക്കും വിദേശ മദ്യശാലകൾക്കും അനുമതി നൽകാനാണ് നീക്കം. IT പാർക്കുകളിൽ മദ്യവിതരണം ചെയ്യാനുള്ള നീക്കം നേരത്തെ തന്നെ വിവാദമായിരുന്നു. ഇപ്പോഴാകട്ടെ സാധാരണക്കാരുടെ ഇടയിലേക്കും മദ്യശാലകൾ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം കത്തുന്നത്. ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ ഇപ്പോൾ മദ്യലോബികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഡീലാണെന്നും ക്രൈസ്തവ സഭകൾ ആരോപിച്ചു. വിദ്യാലയങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പരിസരത്ത് മദ്യശാലകൾ ആരംഭിക്കുന്നത് യുവതലമുറയെ നശിപ്പിക്കും. 2016 ബാറുകളുടെ എണ്ണം 29 മാത്രമായിരിക്കെ ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അവരുടെ നയം മദ്യവർജനമായി മാറി. രണ്ടാം ഇടത് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്താകെ 1000-ലധികം ബാറുകൾ, 337-ലധികം ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ, 5701 കള്ളുഷാപ്പുകൾ തുടങ്ങി മദ്യശാലകളുടെ പെരും പ്രളയത്തിലാണ് സംസ്ഥാനമെന്നും സർക്കുലറിൽ വിമർശിച്ചു. അനധികൃത മദ്യനിർമ്മാണവും ലഹരികടത്തും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ നിസ്സംഗതയോടെ പ്രഹസന മീറ്റിംഗുകൾ നടത്തി തലയൂരുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു. സംസ്ഥാനത്തെ 14,000 സ്കൂളുകൾ മയക്കുമരുന്നിന്റെ ഹോട്ട്സ്പോട്ടായി സർക്കാർ തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഭരണ സംവിധാനം സംസ്ഥാനത്തുണ്ടാകണമെന്നും പറഞ്ഞു. സർക്കാരിന്റെ പുതിയ മദ്യനയം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. പ്രക്ഷോഭം പള്ളികളിൽ മാത്രം ഒതുക്കാതെ തെരുവുകളിലേക്കും സമാന ചിന്താഗതിയുള്ള ഇതര സംഘടനകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. മദ്യനയത്തിലെ വിവാദമായ തീരുമാനങ്ങൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി അറിയിച്ചു. Like, share, subscribe.